ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2025 4ാം ക്ലാസ്സിൻ്റെ അൽഫിഖുൽ ഇസ്ലാമി നടന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് വാർഷിക എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട്. നമുക്ക് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ അത് അപ്ലോഡ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്തിൽ ശരിയാപ്പെടുത്താനാണ്. മീസാനിനെ നിറയ്ക്കുന്ന ദിക്ർ ഏതാണ്? അൽഹംദുലില്ലാ തംലഉൽ മീസാൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മീസാനിനെ നിറയ്ക്കുന്ന ദിക്ർ അൽഹംദുലില്ലാ. അടുത്തതാ, മറന്നാൽ സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. ഇതിലെന്ത് മറന്നാലാണ് സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടതില്ലാത്ത? അബാദ് സുന്നത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ അത്തയ്യാത്തും കുനൂത്തും. അപ്പോൾ സൂറത്ത് ഓതാൻ മറന്നാൽ സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. കുനൂത്തും അത്തയ്യാത്തൊക്കെ മറന്നാൽ സഹ്വിൻ്റെ സുജൂദ് ചെയ്യണം. അടുത്ത എന്താണ്? ളുഹറിൻ്റെ മുമ്പുള്ള റവാത്തിബ്. റുഹറിൻ്റെ മുമ്പ് 4, മുഅക്കദായത് 2, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 എന്നത് ടിക്ക് ചെയ്യാം. ഇതുപോലെ അസറിൻ്റെ മുമ്പ് ഉണ്ട്, ശേഷമില്ല. അതുപോലെ മുഅക്കദായത് അസറിന് മുമ്പും ശേഷവും ഇല്ല. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒക്കെ മനസ്സിലാക്കുക. അടുത്ത എന്താണ്? മഗ്രിബിനും ഇശായിലും ഇടയിലുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് അവ്വാബീൻ. മഗ്രിബിനും ഇശായിനും ഇടയിലുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് അവ്വാബീൻ. പെരുന്നാൾ നിസ്കാരം വീട്ടിൽ വെച്ച് നിർവഹിക്കണം സ്ത്രീകൾ. പെരുന്നാൾ നിസ്കാരം സ്ത്രീകൾ വീട്ടിൽ വെച്ച് നിർവഹിക്കണം. പുരുഷന്മാർക്ക് ജമാഅത്തായിട്ട് മസ്ജിദിൽ പോയി നിസ്കരിക്കണം. അടുത്ത എന്താണ്? വിത്ർ നിസ്കാരം കൂടിയ റക്കായത്ത്. വിത്ർ നിസ്കാരം കൂടിയത് 11 വിത്ർ കൂടിയത് 11 റക്കായത്തും ചുരുങ്ങിയത് 1 റക്കായത്തുമാണ്. കുറഞ്ഞതിൻ്റെ പൂർണ്ണ രൂപം 3 റക്കായത്തുമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ ചോദ്യം മാറി വരാം. വിത്തറ് കുറഞ്ഞതിൻ്റെ പൂർണ്ണ രൂപം എത്രയെന്ന് വെച്ചാൽ 3. അപ്പോൾ ഒക്കെ ചോദ്യം വരാം. അടുത്ത ഇനി ചേരുംപടി ചേർക്കാനാണ്. എന്താണ്? നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യമാണ് തമാശയായിട്ട് വല്ലതും ചെയ്യൽ. അപ്പോൾ അതിൻ്റെ ബി ഏതാ? ജുമുഅയുടെ സുന്നത്താണ് എന്ത്? ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുക. ജുമുഅയുടെ സുന്നത്തും ഷർത്തും ഫർളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഓപ്ഷനായിട്ട് ഏതെങ്കിലും വരാം, മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കലാണ്. അടുത്ത നോമ്പിൻ്റെ സുന്നത്താണ് എഅ്തികാഫ് നിർവഹിക്കൽ. അതും നമ്മൾ നോമ്പിൻ്റെ സുന്നത്തുകളും നമ്മൾ ഇതല്ലാതെയും വേറെയും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓപ്ഷണലായിട്ട് വരാം. അടുത്തതാ, ജുമയുടെ ഷർത്താണെന്ത്? ളുഹറിൻ്റെ സമയത്താവുക. 40 ആളുകൾ കേൾക്കെ ആയിരിക്കുക ഖുതുബ. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെന്താണ്? നോമ്പിൻ്റെ ഫർളാണ് രാത്രി നിയ്യത്ത് ചെയ്യൽ. നോമ്പിൻ്റെ ഫർളുകൾ 2. രാത്രി നിയ്യത്ത് ചെയ്യലും നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കലും. നോമ്പിൻ്റെ ഫർളുകൾ 2. അതൊക്കെ മനസ്സിലാക്കുക. ഇനി പൂരിപ്പിക്കാവുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫലാ ഡാഷ് ഷക്കൂർ. എന്താണ്? അഫല അക്കൂനു അബ്ദൻ ഷക്കൂറ. ഞാൻ നന്ദിയുള്ള ഒരടിമയാകേണ്ടതില്ലയോ? അടുത്തത്, പെരുന്നാളിന് ഡാഷ് സന്ദർശിച്ച് സന്തോഷം പങ്കിടണം. ആരെയാണ്? കുടുംബാംഗങ്ങളെ. പെരുന്നാളിന് കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് സന്തോഷം പങ്കിടണം. സ്വഹാബികളെല്ലാം തറാവീഹ് നിസ്കരിച്ചത് 20 റക്കായത്താണ് എന്നത് നമുക്കവിടെ പൂർത്തിയാക്കാം. അടുത്തതാ, സഫുകൾക്കിടയിൽ ഡാഷ് മുഴത്തിലധികം ഉണ്ടാവരുത്. എത്രയാണ്? 3 മുഴത്തിലധികം ഉണ്ടാവരുത്, അധികമാവരുത്. 3 മുഴം ഉണ്ടാവണം, അതിലധികമാവരുത്. ഒരു മഅ്മൂമ് മാത്രമുണ്ടെങ്കിൽ ഇമാമിൻ്റെ വലതുഭാഗത്ത് നിൽക്കണം. ഒരു മഅ്മൂമ് മാത്രമാണെങ്കിൽ ഇമാമിൻ്റെ വലതുഭാഗത്താണ് നിൽക്കേണ്ടത്. സലാം വീട്ടുന്നതിന് തൊട്ട് മുമ്പാണെന്ത്? സുജൂദ് സഹ്വ് ചെയ്യേണ്ടത്. സഹ്വിൻ്റെ സുജൂദ് അങ്ങനെയും എഴുതാട്ടാ. സുജൂദ് സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടത് സലാം വീട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പാണ്. അത് 2 സുജൂദാണ്. അടുത്തത്, ഹജ്ജുൽ ഫുഖറായി വൽ മസാക്കീൻ. ഏതാണ്? പാവങ്ങളുടെ ഹജ്ജ്. എന്താണ്? ജുമുഅ എന്നാണ്. ഇവിടെ ഖുതുബ എന്നാണ്, മാറിപ്പോയതാണ്. ജുമുഅ എന്നാണ് കേട്ടോ. ഹജ്ജുൽ ഫുഖറായി വൽ മസാക്കീൻ ജുമുഅ. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറായി വൽ മസാക്കീൻ. ജുമുഅ പാവങ്ങളുടെ ഹജ്ജാണ്. അടുത്ത എന്താണ്? തുടർച്ചയായി
എത്ര ചലനമുണ്ടായാലാണ് നിസ്കാരം ബാത്തിലാവുക? 3 ചലനം, തുടർച്ചയായ 3 ചലനം ഉണ്ടായാൽ നിസ്കാരം ബാത്തിലാകും. ജമാഅത്ത് സുന്നത്തില്ലാത്ത ഒരു നിസ്കാരം, ജമാഅത്ത് സുന്നത്തില്ലാത്ത ദറവാത്തിബ്, തുഹ, തഹിയ്യത്ത്, തഹജ്ജുദ്, അവ്വാബീന്, ഇതൊക്കെ ജമാഅത്ത് സുന്നത്തില്ലാത്തതാണ്. ജമാഅത്ത് സുന്നത്തുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരം, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം, ഇതൊക്കെ ജമാഅത്ത് സുന്നത്തുള്ളതാണ്. അപ്പം അത് മനസ്സിലാക്കണം. തറാവീഹൊക്കെ ജമാഅത്ത് സുന്നത്തുള്ളതാണ്. പിന്നെ ലുഹാ നിസ്കാരം എത്ര റക്കാത്ത്? ലുഹാ നിസ്കാരം 8 റക്കാത്താണ്. ലുഹാ നിസ്കാരം 8 റക്കാത്ത്. പെരുന്നാൾ നിസ്കാരത്തിൽ 2-ാം റക്കായത്തിൽ എത്ര തക്ബീറുകളുണ്ട്? 1-ാമത്തെ റക്കായത്തിൽ 7 തക്ബീറുകളും 2-ാമത്തെ റക്കായത്തിൽ 5 തവണ ആണ് തക്ബീറുകൾ ഉള്ളത്. അപ്പോൾ തക്ബീറുകൾക്കിടയിൽ ചെല്ലേണ്ട ദിക്റൊക്കെ മനസ്സിലാക്കട്ടാ. ഇനിയാ റമദാനിലെ സൽക്കർമ്മങ്ങൾക്ക് എത്ര ഇരട്ടി പ്രതിഫലം ലഭിക്കും? റമദാനിലെ സൽക്കർമ്മങ്ങൾക്ക് 700 ഇരട്ടി പ്രതിഫലം ലഭിക്കും. റമദാനിലെ സൽക്കർമ്മങ്ങൾക്ക് 700 ഇരട്ടി പ്രതിഫലം ലഭിക്കും. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? സ്വർഗപ്രവേശനത്തിന് മരണമല്ലാതെ മറ്റൊന്നും തടസ്സമില്ല. ആർക്കാണ്? നിസ്കാരശേഷം ആയത്തുൽ കുർസി ഓതുന്നവർക്ക് സ്വർഗപ്രവേശനത്തിന് മരണമല്ലാത്തൊരു തടസ്സം അവർക്കില്ല. അടുത്തതാ, സുബ്ഹിനും മഗ്രിബിനും ശേഷം 7 പ്രാവശ്യം ചൊല്ലേണ്ട ദിക്ർ. 7 പ്രാവശ്യം അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്നതാണ് 7 പ്രാവശ്യം. 10 പ്രാവശ്യം ചൊല്ലേണ്ടതൊക്കെ ഉണ്ട്. ഒക്കെ മനസ്സിലാക്കി പഠിക്കുക. 33 തവണ എല്ലാ നിസ്കാരങ്ങൾക്കും ശേഷം ചൊല്ലേണ്ടത് ഒക്കെ മനസ്സിലാക്കണേ. ഒരാൾ ഒരു റക്കായത്തിൽ മനഃപൂർവ്വം 4 സുജൂദ് ചെയ്തു, നിസ്കാരം ബാത്തിലാകും. കാരണം എന്താണ്? ഒരു ഫെയിലിയായ റുക്കിനെ മനഃപൂർവ്വം വർദ്ധിപ്പിച്ചതാണ് അതിന് കാരണം. ഫെയിലിയായ ഒരു പ്രവർത്തനമാണ് സുജൂദ്, റുക്കൂ, ഇതൊക്കെ. അപ്പം അതിൽ എണ്ണം വർദ്ധിപ്പിച്ചാൽ, അത് മനഃപൂർവ്വം വർദ്ധിപ്പിച്ചാൽ നിസ്കാരം ബാത്തിലാകും. അപ്പോൾ ഫെയിലിയായ റുക്കിനെ മനഃപൂർവ്വം വർദ്ധിപ്പിച്ചു എന്നതാണ്. അടുത്തെന്താണ്? ധാരണവേളയിൽ ഒരാളുടെ ഫർളുകളിലെ കുറവുകൾ കണ്ടാൽ അല്ലാഹു തആല മലക്കുകളോട് എന്ത് പറയും? എന്താ പറയുക? എൻ്റെ അടിമകൾക്ക് സുന്നത്തുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കൂ, സുന്നത്ത് കൊണ്ട് ഫർളിലെ കുറവുകൾ പരിഹരിക്കപ്പെടും. അല്ലാഹു തആല പറയും, എൻ്റെ അടിമക്ക് സുന്നത്തുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കൂ, സുന്നത്ത് കൊണ്ട് ഫർളിലെ കുറവുകൾ പരിഹരിക്കപ്പെടും. അടുത്തത്, തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയമേത്? തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയം ഏതാണ്? ഇശാ നിസ്കരിച്ച് അല്പം ഉറങ്ങി എഴുന്നേറ്റ ശേഷം, ഇശാ നിസ്കാരത്തിന് ശേഷം ഉറങ്ങി അല്പം എഴുന്നേറ്റ ശേഷം, ഇവിടെ ഇശാ നിസ്കരിച്ചതിനും ഉറങ്ങിയതിനും ശേഷം, അല്പം ഉറങ്ങി എഴുന്നേറ്റ ശേഷമാണ് തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയം. അടുത്തെന്താണ്? പെരുന്നാൾ ദിനത്തിലെ പ്രധാന കർമ്മങ്ങൾ ഏതെല്ലാം? പെരുന്നാൾ ദിനത്തിലെ പ്രധാന കർമ്മങ്ങൾ ഏതൊക്കെയാണ്? തക്ബീർ, പെരുന്നാൾ നിസ്കാരം, ബലികർമ്മം, ഇതൊക്കെയാണ് പെരുന്നാൾ ദിനത്തിലെ പ്രധാന കർമ്മങ്ങൾ. അടുത്തെന്താണ്? 4-ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തറാവീഹ് നിസ്കാരത്തിന് വന്നില്ല. കാരണം എന്തായിരുന്നു? തറാവീഹ് നിസ്കാരം നിങ്ങൾക്ക് ഫർലാക്കുമോ എന്ന് ഭയന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരാതിരുന്നത്. തറാവീഹ് നിസ്കാരം നിങ്ങൾക്ക് ഫർലാക്കുമോ എന്ന് ഭയന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരാതിരുന്നത്. ഇനി 5 വരി കുറയാതെ എഴുതാൻ വന്നത് എന്താണ്? ജമാഅത്ത് നിസ്കാരത്തെ കുറിച്ചിട്ടാണ്. നമുക്ക് ഇതേപോലെ പെരുന്നാൾ നിസ്കാരം, സുന്നത്ത് നിസ്കാരങ്ങൾ, റവാത്തിബ് നിസ്കാരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരാം. നമുക്ക് ഓരോ പാഠത്തെ കുറിച്ചിട്ടും അതിൻ്റെ 5 വരി കുറയാതെ എഴുതാൻ കഴിയുന്ന രീതിയിൽ ആ പാഠത്തെ മനസ്സിലാക്കണം. റമളാൻ, സൗമുല്ലി, റമളാൻ നോമ്പ്, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഒക്കെ ആ പാഠത്തെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് ജമാഅത്ത് നിസ്കാരത്തെക്കുറിച്ച് എന്ത് ചെയ്താം? ജമാഅത്ത് നിസ്കാരം പുരുഷന്മാർക്ക് ഫർള് കിഫായയാണ്. അതിന് വലിയ പ്രതിഫലമുണ്ട്. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമുണ്ട്. എല്ലാ ജമാഅത്തിലും പങ്കെടുക്കാൻ കഴിയുന്നത് മുഅ്മിനിൻ്റെ വലിയ ഭാഗ്യമാണ്. ആദ്യ സഫിൽ നിൽക്കുക, അത് തന്നെ ഇമാമിൻ്റെ നേരെ പിറകിലോ അല്ലെങ്കിൽ വലതുഭാഗത്തോ നിൽക്കുക എന്നിവ പ്രത്യേകം സുന്നത്താണ്. 40 ദിവസം ഇമാമിൻ്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുന്നവന് നരകമോചനവും കാപട്യമോചനവും ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കി എഴുതുക. വെള്ളിയാഴ്ചയെക്കുറിച്ച് എഴുതാൻ വരും. ഇതേപോലെ 5 വരി കുറയാതെ എഴുതാൻ അപ്പോൾ അതൊക്കെ എഴുതുക. പിന്നെ ജുമയുടെ ഷർത്തുകൾ, ജുമയുടെ സുന്നത്തുകൾ ഒക്കെ മനസ്സിലാക്കുക. ജുമയുടെ ഷർത്തുകളും സുന്നത്തുകളൊക്കെ നമ്മൾ ആ പാഠത്ത് പഠിച്ചിട്ടുണ്ട്.
അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നത്. നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും പറയുന്നതൊക്കെ മാറിപ്പോകുന്നതോ ടിക്ക് ചെയ്യുന്നതൊക്കെ മാറിപ്പോകുന്നതോ ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.